ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഓട്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓട്സ് ഉപ്മായാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓട്സ് ഉപ്മാ ഉണ്ടാക്കുമ്പോഴേക്കും വെള്ളം കൂടിപ്പോയാൽ വളരെ കുറുകി അതുപോലെ ഒട്ടുന്ന പരുവത്തിലേക്ക് ആയിരിക്കും, വഴുക്കലൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ഓട്സ് ഉപ്മാവ് ഉണ്ടാക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയുമാണ്. ഇത് നമുക്ക് ഡിന്നറിന് വേണമെങ്കിലും ഉണ്ടാക്കാം. പിന്നെ നമുക്കിത് കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഓട്സ് മിക്സറായിട്ടും ഉപയോഗിക്കാം. നേരങ്ങളിൽ നമുക്കിത് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഒട്ടിപ്പിടിക്കാത്ത തരത്തിലുള്ള ഈ ഓട്സ് ഉപ്മാ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചൂടായ പാനിലേക്ക് 1/2 കപ്പ് ഇൻസ്റ്റൻറ്റ് ഓട്സ് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യുന്നത്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ഗീയോ ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 4 അല്ലെങ്കിൽ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്താൽ ഇത് കറക്റ്റായിട്ട് പാകമായി കിട്ടും. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ 2 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് നന്നായിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർക്കുക. കറിവേപ്പില ചേർത്ത് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 വറ്റൽമുളക് 2ആയി കീറി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മുളക് കൂടുതൽ അങ്ങോട്ട് കരിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത അണിയൻ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ അണിയനാണ് ഞാൻ പൊടിയായി ചോപ്പ് ചെയ്തിട്ടെടുത്തത്. അണിയനൊന്ന് വാടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർക്കാം. 1 പച്ചമുളക് ഞാൻ വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് മുപ്പിച്ചെടുക്കുക. യെല്ലോ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ക്യാരറ്റ് ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത ഓട്സ് ചേർത്തിട്ട് നന്നായിട്ട് ഈ മസാലയുമായിട്ട് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 4-5 തുള്ളി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ കഷ്ണം എടുത്തിട്ടാണ് പിഴിഞ്ഞ് ചേർക്കുന്നത്. ഇത് 4-5 ഡ്രോപ്സ് ചേർത്താൽ മതിയാകും. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കോറിയാണ്ടർ ലീവ്സ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് വെള്ളത്തിൽ ഉപ്മാവിന് ആവശ്യമുള്ള ഉപ്പ് കലക്കിയതിന് ശേഷം തളിച്ചു കൊടുക്കുക. 1/4 കപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ കൈവെള്ളയിൽ 2 കൈവെള്ള വെള്ളമേ ഉണ്ടാവുകയുള്ളൂ. നന്നായിട്ട് തളിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 1 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒത്തിരി ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം തളിച്ചു കൊടുക്കാം. ഇത് കുറച്ച് ഡ്രൈ ആണെന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം കൈവെള്ളയിലെടുത്തിട്ട് തളിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളമായി പോകരുത്. നല്ല ഡ്രൈ ആയിട്ടുള്ള ഉപ്മായാണ് വേണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നോക്കി വെള്ളം ചേർത്ത് കൊടുക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ച് അതിനകത്ത് കുക്ക് ചെയ്യണമെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള പശ പോലെയുള്ള ഉപ്മാവായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടൊന്ന് തൂവി കൊടുക്കാം. ഇത് ചേർത്താൽ ഈ ഉപ്മാവിന് വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പം നല്ല ഡ്രൈ ആയിട്ടുള്ള ഉപ്മാവാണ് നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവസാനത്തെ വെള്ളം തളിക്കാതെ ഒന്ന് ഡ്രൈ ആയിട്ട് 2-3 മിനിറ്റ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള മിക്സറായിട്ട് നമുക്ക് കിട്ടും. അതായത് ഓട്സ് മിക്സർ വളരെ ടേസ്റ്റിയുമാണ്. ഞാൻ അങ്ങനെയും കഴിച്ചു നോക്കിയിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓട്സ് മിക്സറായിട്ട് കുട്ടികൾക്ക് ഇത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഇടുന്ന പഞ്ചസാര കുറച്ചുകൂടി കൂടുതൽ ചേർത്താൽ മതിയാകും. അപ്പോൾ നല്ല സ്വീറ്റ് മിക്സറായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇടനേരങ്ങളിലും അതുപോലെ ഈവനിങ്ങിൽ ചായയുടെ കൂടെയും മിക്സറായിട്ടും കഴിക്കാം. പിന്നെ ഇത് ഉപ്മാവായിട്ട് സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയാൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം. ഇത് ഡിന്നറിനും ഉപയോഗിക്കാം. അപ്പോൾ വളരെ നല്ലൊരു റെസിപ്പിയാണിത്.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.